തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ UDFും BJPയും തുടർച്ചയായി തെരഞ്ഞെടുപ്പ് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പലം നിരപ്പ് വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മേഴ്സി ജോൺ വോട്ടർമാർക്ക് പണം നൽകുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ചില വോട്ടർമാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് പണം കൊടുക്കുന്നത്. വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ പലരും തൊട്ടയൽവാസികളൊക്കെ ആയാൽ പോവുക തന്നെ ചെയ്യും. അങ്ങനെ വരുന്നവർക്കാണ് പണം നൽകുന്നത്. പണം നൽകിയപ്പോൾ ഒരു വോട്ടർ ഈ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു, ഞാൻ പണം വാങ്ങി വോട്ട് ചെയ്യുന്നയാളല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് അവരോട് പറഞ്ഞപ്പോൾ, ഞാനിങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ട്, ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുന്നതാണ് വീഡിയോവിൽ ശബ്ദമായും അതുപോലെ തന്നെ ദൃശ്യമായും നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് ചിലയിടങ്ങളിൽ UDFിൻ്റെ ചില സ്ഥാനാർത്ഥികൾ പറയുന്നത്, നിങ്ങൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ വിഷ്വൽ വോട്ട് ചെയ്യുന്ന അവിടെ നിന്നും മൊബൈലിൽ പകർത്തി അയച്ചു തന്നാൽ ബാക്കി കാശ് തരും, ഇപ്പോൾ ഇത്രയും കാശ് നിങ്ങളുടെ കയ്യിൽ വെച്ചോ. ഇതൊന്നും ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതികളാണ്. പക്ഷെ കൊല്ലം ജില്ലയിലെ തലവൂരിൽ ആ വോട്ടർ കാണിച്ച അസാമാന്യമായ മനക്കരുത്ത്, ജനാധിപത്യത്തെ പണം കൊടുത്ത് വിലക്ക് വാങ്ങാം എന്ന ഉത്തരേന്ത്യൻ മാതൃക സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും അഹന്തക്ക് ഒരു മറുപടി കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ വ്യാപകമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വോട്ടിൻ്റെ മഹത്വവും ജനാധിപത്യത്തിൻ്റെ മൂല്യവും തിരിച്ചറിയുന്ന ജനങ്ങൾ UDFിൻ്റെ ഇത്തരം പണം വാങ്ങി വോട്ട് ചെയ്യും വോട്ടർമാർ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള നീക്കം വിജയിക്കില്ല.